ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ എടുക്കുകയാണ്. ചാപ്റ്റർ 3 ഫൂൾ ഓർ കാണ്ടെ. ഫൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ആൻഡ് കാണ്ടെ മീൻസ് തോൺസ്. തോൺസ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് ജീവിത മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫ്ലവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖം, സൗന്ദര്യം, സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്ലവേഴ്സിനെ കുറിച്ചും. അതേപോലെ തോൺസ് അല്ലെങ്കിൽ മുള്ളുകൾക്ക് പറയുന്നത് ദുഃഖം, വേദന, വിഷമം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുള്ളുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഹേ ജനം ലേത്തെ ജഗഹ് മേ ഏക് ഹി പോത ഉനേം പാലത്ത. അതായത് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത് ഒരുമിച്ചാണ്. അതായത് പൂക്കളായാലും മുള്ളുകളായാലും, ഇപ്പോൾ ഒരു റോസപ്പൂവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ പൂക്കളും മുള്ളുകളും എല്ലാം ആ ചെടിയിൽ തന്നെയാണുള്ളത് അല്ലേ. അപ്പോൾ ഏക് ഹി പോത ഉനേം പാൽത്ത, അതായത് ഈ ചെടി തന്നെയാണ് ഈ പൂക്കളെയും ഈ മുള്ളുകളെയും അത് ഒരേപോലെയാണ് നേർച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത്. ഇപ്പോൾ വേറെ രണ്ട് ചെടികളാണെങ്കിലും, ഇപ്പോൾ ഒരു കാക്ടസ് ആണെങ്കിലും അതേസമയം വേറൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും ഇതിനെ രണ്ടും നേർച്ചർ ചെയ്ത് വളർത്തുന്നത് ഒരുപോലെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ, രാത് മേം ഉൻ പർ ചമക്താ ചാന്ദ് ബി ഏക് ഹി സി ചാന്ദിനി ഹെ ഡാൽത്ത. ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ ഒരു മൂണിൻ്റെ വെളിച്ചം ഈ രണ്ട് ചെടികൾക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. അതായത് അല്ലാതെ റോസ് ഫ്ലവറിനോ അല്ലെങ്കിൽ ഫ്ലവറുള്ള ചെടിക്ക് മാത്രം കൂടുതൽ മൂൺലൈറ്റും കാക്ടസിന് മൂൺലൈറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. ഒരേപോലെയാണ് രണ്ട് ചെടികൾക്കും മൂൺലൈറ്റ് കിട്ടുന്നത്. മേഘ് ഉൻപർ ഹേ ബരസ്ത എക്സ, അതേപോലെ മേഘങ്ങളെല്ലാം ഒരേപോലെയാണ് രണ്ടു പേർക്കും മഴയുടെ വെള്ളം രണ്ടു പേർക്കും കൊടുക്കുന്നത് അല്ലേ. അല്ലാതെ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും കൊടുക്കുന്നില്ല, രണ്ടു പേർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. ഏക് സി ഉൻപർ ഹവായേം ഹേബി, അതായത് രണ്ടു പേർക്കും ഒരുപോലെയാണ് കാറ്റും കൊടുക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം കൂടുതലും കുറവുമായിട്ട് കൊടുക്കുന്നില്ല. ഈക്വലായിട്ടാണ് രണ്ടു പേർക്കും കാറ്റും കൊടുക്കുന്നത്. അതായത് ഈ ലോകത്തിലുള്ള മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം എല്ലാം ഒരുപോലെയാണ് ഈ ചെടികൾക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു ഈ ചെടികൾക്ക് ഇപ്പോൾ കാക്ടസിൻ്റെ പ്ലാന്റ് ആണെങ്കിലും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും രണ്ടു പേർക്കും ഒരേപോലെ മൂൺ ലൈറ്റ്, വെള്ളം, അതേപോലെ തന്നെ സൺലൈറ്റ്, മണ്ണ് എല്ലാം ഒരേപോലെയാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ അടുത്ത ലൈൻ പറയാണ്, പർ സദാ ഹി യസ് ദേഖ്തേ ഹേ ഹമേ ഠങ് ഉനക്കെ ഏക് സേ ഹോത്തെ നഹി. പക്ഷേ ഒരു കാര്യം മാത്രം നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഠങ് ഉനക്കെ ഏക് സേ ഹോത്തെ നഹി, അതായത് ഠങ് എന്ന് പറഞ്ഞാൽ സ്വഭാവം അവരുടെ ഒരുപോലെ അല്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഓരോ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവം ഒരേപോലെ അല്ല. ഛേദ് കർ കാട്ട കിസി കി ഉംഗ്ലിയോ കോ. അപ്പോൾ ഈ മുള്ളിൻ്റെ സ്വഭാവം എന്താണ്? അത് ആരുടെയെങ്കിലും കൈവിരലുകൾ എപ്പോഴും മുറിക്കുന്നു. ഫാഡ് ദേത്തെ ഹേ കിസിക്ക് വർബസൻ, അതായത് അതേപോലെ തന്നെ ആരുടെയെങ്കിലും വസ്ത്രങ്ങൾ എപ്പോഴും ഈ മുള്ളുകൊണ്ട് കീറുന്നു. പ്യാർ ഡൂബി തിത്ലിയാ കാ പർ കതർ ബൗരേ കാഹെ ഭേദ ദേത്ത ഷാമത്തൻ. അതായത് പ്യാർ ഡൂബി തിത്ലിയാം, അതായത് നല്ല ഹാപ്പി ആയിട്ട് വരുന്ന ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ പർ കതർ, അതായത് അവരുടെ വിങ്സ്, ചിറകുകളെല്ലാം ഇത് മുറിക്കുന്നു, ഈ മുള്ളുകൊണ്ട് മുറിക്കുന്നു. അതേപോലെ ബൗരോ കാഹെ ഭേദ ദേത്ത ഷാമത്തൻ, അതേപോലെ ഹണി ബീസ്, ബൗരോ മീൻസ് ഹണി ബീസ്, ഹണി ബീസിൻ്റെ ശ്യാമത്തൻ മീൻസ് അവരുടെ ആ കറുത്ത ശരീരം അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആ സ്കിന്നായിട്ടുള്ള ആ ബോഡി ഭേദ ദേത്ത ഹെ, കട്ട് ചെയ്ത് കളയുന്നു. ഈ മുള്ളുകൊണ്ട് അവർക്കും പരിക്കേൽക്കുന്നു, ഇഞ്ചേർഡ് ആവുന്നു. ഫൂൽ ലേക്കർ തിത്ലിയോ കോ ഗോദ് മേ ബൗരേ കോ അപ്ന അനൂട്ട രസ് പിലായ. അതായത് ഇത്രയും നേരം നമ്മൾ മുള്ളിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഫൂലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് അതേസമയം ഈ ഫ്ലവർ എന്ത് ചെയ്യുന്നു? ഈ ബട്ടർഫ്ലൈസിനെ എല്ലാം തൻ്റെ മടിയിൽ സ്നേഹ
സ്നേഹത്തോടെ ഇരിക്കാനായി സമ്മതിക്കുന്നു. ബൗരോം കോ അപ്ന അനൂഠ രസ് പിലായ. അതേപോലെ ഹണി ബീസിന് തൻ്റെ അത്ഭുതകരമായ ആ സ്വീറ്റായിട്ടുള്ള ഹണി അവർക്ക് രസ് പിലായ മീൻസ് ഹണി അവർക്ക് കൊടുക്കുന്നു. നിജ് സുഗന്ധം ഓർ നിരാല രംഗ് സെ ഹേ സദാ ദേത്ത കലി കാ ജി ഖില. അതായത് നിജ് സുഗന്ധം ഓർ നിരാല രംഗ് സെ, അതായത് പൂക്കൾ എപ്പോഴും നല്ല സുഗന്ധവും നല്ല നിറങ്ങളും നമുക്ക് സൗന്ദര്യവും തരുന്നു. അതായത് സൗന്ദര്യം ഉള്ളതായിട്ട് നമുക്ക് കാണാം. പൂക്കളിൽ എപ്പോഴും സുഗന്ധവും സൗന്ദര്യവും ഉള്ളതായിട്ട് കാണാം. ഹേ സദാ ദേത്ത കലി കാജി ഖില. അതായത് അതിലേക്ക് നോക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ മൊട്ടുകൾ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാകുന്നു. അതായത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നു. അതേസമയം അവിടെയുള്ള ആ പ്രദേശത്തേക്ക് മുഴുവനും ആ പൂക്കൾ കാണുമ്പോൾ എല്ലാവർക്കും തന്നെ സന്തോഷമാകുന്നു. ഹേ ഖടക്ത ഏക് സബ്കി ആങ്ക് മേ ദൂസരാ ഹേ സോഹത്ത സുർ ശീഷ് പർ. അതായത് ഹേ ഖടക്ത, അപ്പോൾ അതാദ്യം നമ്മുടെ തോൺസ് അല്ലെങ്കിൽ മുള്ളുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് കണ്ണിൽ തറച്ച് കയറുന്നു, അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അതേസമയം പൂക്കളുടെ ഈ ഒരു നേച്ചർ കൊണ്ട് പൂക്കൾ എന്ത് ചെയ്യുന്നു? ദൂസരാ ഹേ സോഹത്ത സുരശീഷ് പർ. അതായത് ദേവതയുടെ തലയിൽ ഇരിക്കാൻ പോലും ഈ പൂക്കൾക്ക് അർഹതയുണ്ട്. അവർ ദേവതയുടെ തലയിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. കിസ് तरह कुल की बड़ाई काम दे जो किसी में हो बड़പ്പൻ की कसर. അപ്പോൾ ഇവിടെ അവസാനം കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് മഹത്വം ഉണ്ടാവുന്നത് തൻ്റെ കുലത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും കൊണ്ടുമാണ്. അല്ലാതെ കുലം കൊണ്ട് മാത്രമല്ല ഒരു വ്യക്തിക്ക് മഹത്വരമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ്. അതായത് ഒരു നല്ല കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ഒരാളെ മഹാനാകണം എന്നില്ല. പക്ഷേ അയാളുടെ സ്വഭാവം കൊണ്ടുകൂടി വേണം മഹാനാവാൻ. അതേസമയം ഒരു താഴ്ന്ന കുലത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തികച്ചും മഹത്വം അല്ലെങ്കിൽ ബഹുമാനം അർഹിക്കുന്ന ഒരാളാണ്. ഇതാണ് നമുക്കിവിടെ കവി പറയുന്നത്. അപ്പോൾ ഈ കവിത നമുക്കായി എഴുതിയിരിക്കുന്നത് അയോധ്യ സിംഗ് ഉപാധ്യായാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഹരിയോധ്. അപ്പോൾ നമുക്കിവിടെ കവി പരിചയം നോക്കുകയാണെന്നെങ്കിൽ, ഉഠോ ലാൽ അബ് ആँखें खोलो पानी लाई हूँ मुँह धो लो बचपन में यह प्यारी കവിത आपने भी പഠി होगी. ഈ ഒരു സ്വീറ്റായിട്ടുള്ള കവിത താങ്കളും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇസ് കവിത കോ രചനെ വാലെ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോധ് ഹി ഫൂൽ ഓർ കാണ്ടെ കി കവി ഹെ. അതായത് ഈ കവിത എഴുതിയ അതേ ഹരിയോധ് തന്നെയാണ് ഫൂൽ ഓർ കാണ്ടെ എന്ന് പറയുന്ന ഈ കവിതയും എഴുതിയിരിക്കുന്നത്. ബച്ചോം കെ ലിയെ ഉन्होंने अनेक रोचक കവിതായും ലിഖി ഹെ. അതായത് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഉൻക ജന്മ അജംഗേഡ് ഉത്തർപ്രദേശ് മേം ഹുവ. അതായത് അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്, അജംഗേഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹരിയോധ് ജി की चर्चित काव्यकृति प्रिय प्रवास को खड़ी बोली का पहला महाकाव्य माना जाता है. അതായത് അദ്ദേഹത്തിൻ്റെ കാവ്യകൃതിയായ പ്രിയ പ്രവാസ് കോ ഖടി ബോലിയിൽ പ്രഥമ മഹാകാവ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബച്ചോം കെ ലിയെ ഉൻകെ അനേക കവിതാ സങ്കലൻ പ്രകാശിത് ഹെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതാ പബ്ലിക്കേഷൻസ് കുട്ടികൾക്കായിട്ടും ഉണ്ട്. ജിൻമേ ചന്ദ്ര ഖിലോന ഓർ ഖേൽ തമാശ ഉല്ലംഘനീയ ഹെ. അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ചന്ദ്രഖിലോന അതേപോലെ ഖേൽ തമാശ, ഈ രണ്ട് കവിതകളും വളരെ പ്രസിദ്ധമായതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.